ഇന്ന് ലോകത്ത് എല്ലായിടത്തും കുറ്റവാളികൾ തന്നെ വളരെ അഡ്വാൻസ്ഡാണ്. സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് ആളുകളെ നഷ്ടപ്പെടുന്നത്. ഞാൻ 23 വർഷം മുമ്പ് ഒരു പഠന പര്യടനത്തിനായി അമേരിക്കൻ USA യാത്ര ചെയ്തു. USA ഒരു ഡെൻവർ എന്നുള്ള സ്റ്റേറ്റ് ഉണ്ട്. ഞങ്ങളുടെ ടീം അവിടുത്തെ പോലീസ് ചീഫുമായി ഒരു ഡിസ്കഷൻ നടത്തി. അന്ന് അവിടുത്തെ പോലീസ് ചീഫ് ഞങ്ങളോട് പറഞ്ഞു, സർ, വരാൻ പോകുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യം എന്ന് പറയുന്നത് വരാതിരിക്കുന്ന കാലത്ത് സൈബർ കുറ്റകൃത്യങ്ങളാണ്. വഴിയിലൊരു കാറിലൊരു പേഴ്സ് കിടന്നാൽ അതിൽ ഡോളർ ഉണ്ടാവും. പക്ഷേ കുറ്റവാളി ഡോളർ എടുക്കാൻ പോകുന്നില്ല, ID കാർഡ് എടുത്തോണ്ട് പോകും. ആ ID കാർഡ് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ ബാങ്കിലുള്ള പണം മുഴുവൻ എടുക്കും. പലതരത്തിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യും. അതുകൊണ്ട് 24 വർഷം മുമ്പാണ് ഡെൻവറിലെ പോലീസ് ചീഫ് അത് പറഞ്ഞത്. ഇനി വരാനിരിക്കുന്ന നാളുകളിലെ ഏറ്റവും വലിയ കുറ്റകൃത്യം എന്ന് പറയുന്നത് സൈബർ കുറ്റകൃത്യമാണ്. അപ്പോൾ ഈ ആധുനിക സാങ്കേതിക വിദ്യകൾ വികസിക്കുന്നത് അനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു, മെഷീൻ ലേണിംഗ് വന്നു, റോബോട്ടിക് ടെക്നോളജി വന്നു, ഒരുപാട് ഫ്യൂച്ചർ ടെക്നോളജികൾ വന്നു. സോ നമ്മൾ അറിയേണ്ടത് അതനുസരിച്ച് കുറ്റവാളികൾ ഈ ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതാണ്. അതനുസരിച്ച് പോലീസിനെ അതിന് റെഡിയാക്കി മാറ്റുക, പോലീസിനെ എക്യുപ്പ് ചെയ്യുക. ഈ ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സൈബർ കുറ്റകൃത്യങ്ങളെ നേരിടാൻ ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങൾ നടന്നാൽ ആ കുറ്റകൃത്യത്തിന്റെ തെളിവുകൾ നശിപ്പിച്ചു കളയാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം വേണം. നമ്മളൊരു പോലീസ് ആക്ട് ഉണ്ടാക്കി. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാനതിന്റെ നിയമസഭാ സമിതിയിലെ അംഗമായിരുന്നു. CMK ഹേമേന്ദ്രൻ അന്ന് അതിലുള്ളതാണ്. അതൊരു മികച്ച ആക്ടായിട്ട് പിന്നീട് മാറി. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അവരത് ഇതുപോലെ ഒരു ആക്ട് കൊണ്ടുവന്ന് ചെയ്തത് വളരെ ശ്രമകരമായിട്ടാണ് ഞങ്ങൾ നടത്തിയത്. അന്ന് ഞങ്ങൾ അതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം സന്ദർശിച്ചു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഹൈദരാബാദിലെ പോലീസ് അക്കാദമി സന്ദർശിച്ചു. അവിടെ ഹൈദരാബാദിൽ ഗ്രേ ഹൗൺസ് എന്ന് പറയുന്ന മാവോയിസ്റ്റുകളെ നേരിടുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. ഞങ്ങൾ അവരുമായിട്ടൊരു ഇന്ററാക്ഷൻ നടത്തി. അപ്പൊ അവരന്ന് പറഞ്ഞത്, ഞങ്ങൾ തുടക്കത്തിൽ അവർ വലിയ അക്രമം നടത്തുന്ന നക്സലുകളാണ്, മാവോയിസ്റ്റുകൾ വലിയ തോതിൽ അക്രമങ്ങൾ നടത്തുന്നവരായിരുന്നു. അവരെ നേരിടാനുണ്ടാക്കിയ പോലീസ് ഫോഴ്സാണ്. അവർ പറഞ്ഞു, ആ പോലീസ് ഫോഴ്സ് ആദ്യം ഉണ്ടാകുമ്പോൾ അവരെക്കാൾ എക്യുപ്ഡാണ് കാടിനകത്തുള്ളവര്. അവർ പോലീസിന്റെ കയ്യിലുള്ളതിനേക്കാൾ മികച്ച വയർലെസ് സെറ്റ്, പോലീസിന്റെ കയ്യിലുള്ളതിനേക്കാൾ മികച്ച ആയുധങ്ങൾ, അവിടുത്തെ മെഷീൻ ഗണ്ണൊക്കെ ഉള്ളത്. ഇവിടെ നമ്മൾ ഓരോ റൗണ്ടും നിറയ്ക്കേണ്ട തോക്കുമായിട്ടാണ് പോലീസ് പോകുന്നത്. പോലീസ് ആദ്യം ചെയ്തത് അവരുടെ ശത്രുവിന്റെ കയ്യിലുള്ള സംവിധാനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി, കുറ്റവാളികളുടെ കയ്യിലുള്ള സംവിധാനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി പോലീസ് അതനുസരിച്ച് എക്യുപ്പ് ചെയ്തിട്ടാണ് പൂർണ്ണമായി അവിടെ നിന്ന് തുടച്ചു നീക്കി ആ ഗ്രേ ഹൗൺസ് എന്ന് പറയുന്ന പോലീസ് സംവിധാനം. അപ്പോൾ ഇപ്പോഴുള്ള കുറ്റകൃത്യങ്ങളുടെ നേച്ചർ എന്ന് പറയുന്നത് മാറുക. വളരെ നമ്മൾ ഓരോ കുറ്റകൃത്യങ്ങൾ കാണുമ്പോൾ വളരെ ബ്രൂട്ടലാണ്. ഒരുപക്ഷെ ഡ്രഗ്സിന്റെ യൂസ് കൂടി ഈ കുറ്റകൃത്യങ്ങളുടെ നേച്ചറിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ പോലെയല്ല. നമ്മൾ ഹാബിച്വൽ ഒഫൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവർ ഒരേപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യും. ഞാൻ ഒരിക്കലും ഒരു പുസ്തകം വായിച്ചപ്പോൾ പറഞ്ഞത്, ഒരാൾ ഇങ്ങനെ കൊലപാതകങ്ങളുടെ പരമ്പര നടത്തിയ ഒരാളാണ്. അയാള് ഈ രാത്രികാലങ്ങളിൽ കടയുടെ പുറത്ത് ഉറങ്ങാൻ കിടക്കുന്നവരെ കൊല്ലുള്ളൂ. പക്ഷെ അയാൾ കല്ല് വെച്ച് തലക്കിടിച്ചിട്ടാണ് ഉറങ്ങുന്നവരെ കൊല്ലുള്ളൂ. വേറെ ഒരു ആയുധവും വെച്ച് കൊല്ലൂല്ല. ഒരു ഫുൾ ലോഡഡ് റിവോൾവർ കൊടുത്താലും അയാൾ വെടിവെച്ച് കൊല്ലൂല്ല. അയാൾക്ക് സംതൃപ്തി കിട്ടണമെങ്കിൽ അയാൾ ഇത് വെച്ചിട്ട് ഒരു നേച്ചറാണ്, ഹാബിച്വൽ ഒഫൻഡേഴ്സിന്റെ നേച്ചറാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവത്തിന് തന്നെ വലിയ വ്യത്യാസം വന്നിരിക്കുന്നു. ക്രൂരമായ വീടുകൾക്കകത്ത് കുറ്റകൃത്യങ്ങൾ നടക്കുന്നു വലിയ തോതിൽ. പലരും അത് മറച്ചു വയ്ക്കുക, പുറത്തു പറയാതെ. അത് ഡ്രഗ്സിന്റെ ഇമ്പാക്റ്റാണ്. പലതരത്തിൽ പുറത്തു പറയുന്നില്ല. പുറത്തു പറഞ്ഞാൽ മകൻ ജയിലിൽ പോകുമോ, ബന്ധുക്കൾ ജയിലിൽ പോകുമോ എന്നുള്ള ഭയമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം വർദ്ധിക്കുന്നതനുസരിച്ച് പോലീസ് അതിനോടുള്ള അപ്രോച്ച്, അന്വേഷണ രീതികളിലെല്ലാം മാറ്റം വരണം. അതിനുള്ള നല്ല പ്രൊഫഷണലിസം ഉള്ള ഒരു പോലീസാക്കി കേരളത്തെ മാറ്റാൻ, പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പോലീസാക്കി കേരളത്തിലെ മാറ്റാൻ എല്ലാം ഈ മൈ പോലീസ് സ്റ്റേഷൻ എന്നുള്ള ഈ വലിയ പദ്ധതിക്ക് കഴിയും എന്നാണ് എന്റെ പ്രത്യാശ. നമ്മൾ ലോകരാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു ട്രാഫിക് ഒഫൻസ് നടത്തിയാൽ വളരെ ബഹുമാനത്തോടു കൂടിയാണ് പോലീസ് വന്നു പറയുന്നത്. താങ്കളൊരു ഒഫൻസ് ചെയ്തു,
അതിൻ്റെ അകത്ത് പെനാൽറ്റി എന്താണെന്ന് പറഞ്ഞാൽ പെനാൽറ്റി അടയ്ക്കണം എന്ന് പറയും. വളരെ ബഹുമാനത്തിലാണ്. ചെയ്തില്ലെങ്കിൽ അവരുടെ സ്വഭാവം മാറും. അപ്പോൾ നമുക്കൊരു കുറ്റവാളികളോടൊന്നും ഉള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഒരു ബന്ധം, ഇത് നമ്മുടെ ആളാണ്, നമുക്ക് വേണ്ടിയിട്ടാണ് പോലീസ്, ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഉള്ളത് എന്നുള്ളൊരു വിശ്വാസം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ പദ്ധതിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മൈ പോലീസ് സ്റ്റേഷൻ എന്ന പദ്ധതി ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്.